മത്സ്യബന്ധനത്തിന് പോയി അതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ ഇറാനിൽ തടവിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മോചനത്തിനായുള്ള നടപടികളുമായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലെ ഇന്ത്യൻ എംബസി അംഗങ്ങൾ ഉടൻ മത്സ്യത്തൊഴിലാളികളെ സന്ദർശിക്കും. മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഉറപ്പ്. ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളുടെ വാർത്ത കേരള വിഷൻ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മത്സ്യബന്ധനത്തിനു വേണ്ടി അഞ്ചുതെങ്ങിൽ നിന്നുള്ള 5 മലയാളികളടങ്ങുന്ന സംഘം അജ്മാനിൽ നിന്നും യാത്ര പുറപ്പെട്ടത്. അജ്മാനിൽ നിന്നും യാത്ര പുറപ്പെട്ട ഈ സംഘം ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന കുറ്റത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കിയത്. ഈ വിവരം അടുത്ത ദിവസം തന്നെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ബന്ധുക്കൾ കടുത്ത ആശങ്കയിലായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ അവരുടെ തൊട്ടടുത്തുള്ള അഞ്ചുതെങ്ങ് പള്ളിയിലെ വികാരിയുമായി ബന്ധപ്പെടുകയും അവിടെ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വിദേശകാര്യമന്ത്രി ഇറാൻ എംബസിയുമായി ചർച്ച ചെയ്തു. ഈ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ എംബസി അംഗങ്ങൾ ഉടൻ തന്നെ ഈ ഇറാനിലെ ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരെ കാണുന്നതിന് വേണ്ടിയുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നത്. വളരെ കാലതാമസമില്ലാതെ തന്നെ ഈ എംബസി അംഗങ്ങൾ ഇറാനിൽ കഴിയുന്ന ആളുകളെ കാണും എന്നാണ് വി മുരളീധരൻ ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. അവിടുത്തെ ഇറാനിലെ വിദേശകാര്യ വകുപ്പിന്റെ DGയെ കാണാൻ നമ്മൾ അനുവാദം ചോദിച്ചു. അദ്ദേഹം ഇന്നലെ കണ്ടു. ഇന്ന് രാവിലെ എനിക്ക് ആ മെസ്സേജ് വന്നു, ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടതിന് ശേഷം ഇവരെ കാണാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ നേരിട്ട് കാണാൻ നമ്മുടെ അംബാസഡർ നേരിട്ട് പോകും. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള അംഗങ്ങൾ ജയിലിൽ കഴിയുന്ന ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കുമെന്നും മന്ത്രി വി മുരളീധരൻ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി. ഏകദേശം അരമണിക്കൂർ സമയമാണ് ബന്ധുക്കളുമായി വി മുരളീധരൻ അഞ്ചുതെങ്ങിലെ ചർച്ചിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. ആ 5 കുടുംബ അംഗങ്ങളും അവരുടെ ബന്ധുക്കളുമെല്ലാം തന്നെ വി മുരളീധരനെ കാണുന്നതിന് വേണ്ടി പള്ളിയിലെത്തിയിരുന്നു. മാത്രവുമല്ല, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം നാട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഒരുക്കണമെന്നായിരുന്നു. അത്തരത്തിൽ ഫോണിൽ സംസാരിക്കാനുള്ള അവസരം നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകി. അവിടെ എത്തി ഇന്ത്യൻ എംബസി അംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തന്നെ വളരെ വേഗത്തിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുക. എന്തായാലും ഇന്ത്യൻ എംബസി ഇപ്പോൾ ഇറാൻ എംബസിയുമായി ചർച്ച നടത്തി വരികയാണ്. വളരെ താമസിയാതെ തന്നെ ഇവരുടെ അപേക്ഷ പരിഗണിച്ചു കഴിഞ്ഞാൽ ആ വലിയ താമസമില്ലാതെ തന്നെ ഇന്ത്യൻ എംബസി അംഗങ്ങൾ നേരെ ഈ ജയിലിലെത്തി ഇവരുമായി കാണുമെന്നും വി മുരളീധരൻ പറയുന്നു. ഇറാനിലെ വിദേശകാര്യ വകുപ്പ് ഇറാൻ സർക്കാരിന്റെ കസ്റ്റഡിയിലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ചയ്ക്കുള്ള ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിയമമനുസരിച്ചിട്ടുള്ള അവകാശം, അതിനു വേണ്ടിയിട്ട് ഇറാൻ സർക്കാരുമായിട്ട് നമ്മൾ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അത് സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എനിക്ക് വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇവരെ എല്ലാവരെയും അധികം വൈകാതെ തന്നെ തിരിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്ന്. കഴിഞ്ഞ ദിവസമാണ് കേരള വിഷൻ ന്യൂസ് ഇറാനിലെ ജയിലിലകപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദയനീയ അവസ്ഥ റിപ്പോർട്ട് ചെയ്തത്. അഞ്ചുതെങ്ങിലെ ഒരു ഗ്രാമത്തിൽപ്പെട്ട 5 കുടുംബത്തിൽ നിന്നുള്ള 5 പേർ ആണ് ഇപ്പോൾ ഇറാൻ ജയിലിൽ കഴിയുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ കടുത്ത ആശങ്കയിലായിരുന്നു. കാരണം ഒരുപക്ഷെ ജയിലിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഇവർക്ക് മർദ്ദനമേൽക്കുമോ അല്ലെങ്കിൽ മർദ്ദനമേൽക്കാനുള്ള സാഹചര്യമോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും മന്ത്രി പറയുന്നത് യാതൊരു കാരണവശാലും ഇവർക്ക് മർദ്ദനമേൽക്കത്തില്ല, ഇവരുടെ ആരോഗ്യത്തിനൊരു പ്രശ്നവും ഉണ്ടാകാതെ നാട്ടിൽ തിരിച്ചെത്തിക്കുമെന്നായിരുന്നു. എന്തായാലും ശരി തന്നെ, ഇപ്പോൾ ചെറിയ ആശങ്ക അകന്ന കുടുംബാംഗങ്ങളെല്ലാം തന്നെ പിരിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു. അഞ്ചുതെങ്ങിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.